PV അൻവർ MLA ജാമ്യ ഹർജിയിൽ 5 മണിയോടുകൂടി തന്നെ ഉത്തരവ് പ്രഖ്യാപിക്കും. അതേസമയം പ്രോസിക്യൂഷൻ കടുത്ത ആരോപണങ്ങൾ കോടതിയിൽ ഉന്നയിച്ചു. ആ ആരോപണങ്ങളെ ഖണ്ഡിക്കുന്ന വാദപ്രതിവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് അഭിഭാഷകനും കോടതിയിലേക്ക് എത്തുകയുണ്ടായി. അങ്ങനെ പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ പുരോഗമിക്കുകയാണ്. ഷഹീദാണ് ചേരുന്നത്. ഷഹീദ്, നേരത്തെ അഭിഭാഷകൻ പറഞ്ഞ കാര്യങ്ങൾ ഈ സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസ് അടക്കം ഈ സംഭവത്തിൽ ഇന്നലത്തെ തിടുക്കപ്പെട്ട അറസ്റ്റിൽ ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. കാരണം ജനപ്രതിനിധിയാണ്, നോട്ടീസ് അടക്കം നൽകിയിട്ടില്ല. മാത്രമല്ല ഈ പൊതുമുതൽ നശിപ്പിക്കൽ ആയി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള അതിൻ്റെ ഈ ക്രൈമിൻ്റെ തോതും പിന്നീട് PV അൻവർ MLA കൂടാതെ മറ്റ് 11 പേരുണ്ട് അറസ്റ്റിൽ ആയവർ അല്ലെങ്കിൽ FIR ചുമത്തപ്പെട്ടവർ. അവരുടെയൊക്കെ തന്നെ പേര് വിവരങ്ങൾ നൽകിയിട്ടില്ല കോടതിക്ക് മുൻപാകെ. അത് കോടതി ചോദിച്ചു എന്നും പറയുന്നുണ്ട്. എന്താണ് ഇന്ന് കോടതിയിൽ ഈ ജാമ്യ ഹർജിയിന്മേൽ ഉണ്ടായ പരാമർശങ്ങൾ? വിധി 5 മണിക്ക് തന്നെ ഉണ്ടാകുമല്ലേ? അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. PV അൻവറിന്റെ ജാമ്യ ഹർജിയിൽ വിശദമായ ഒരു വാദം തന്നെയാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ ആയാലും പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായും പ്രോസിക്യൂഷൻ ഉന്നയിച്ചത് ഇതൊരു ഒരു വലിയൊരു സംഘർഷം, ഒരു അക്രമം അവിടെ നടന്നു. അതിന് MLA നേതൃത്വത്തിൽ നടന്ന ഒരു പ്രതിഷേധമാണ് അതിന് വഴിവെച്ചത്. MLAയുടെ നേതൃത്വം അതിലുണ്ട്. അതുകൊണ്ട് തന്നെ MLAക്ക് ഈ അക്രമ സംഭവത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഉന്നയിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 2 മുതൽ 5 വരെയുള്ള പ്രതികൾ, നേരത്തെ കസ്റ്റഡിയിലെടുക്കപ്പെട്ട ഈ പ്രതികൾ മറ്റ് സ്ഥലങ്ങളിൽ, അതായത് നിലമ്പൂരിലെ മറ്റു പുറത്തുള്ള മണ്ഡലത്തിന് പുറത്തുള്ള മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വന്നവരാണ്. ചില കേസുകളിലൊക്കെ പ്രതികളായ ആളുകളുമാണ് ഇവർ മറ്റ് സ്ഥലങ്ങളിൽ നിർത്തി ഈ നിലമ്പൂർ DFO ഓഫീസിന് അക്രമം നടത്തിയത് പിന്നിൽ ഒരു ആസൂത്രണം നടത്തുന്നുണ്ട്. അതായത് യാദൃച്ഛികമായ ഒരു പ്രതിഷേധ പ്രകടനത്തിന് ഇടയിലുണ്ടായ അക്രമ സംഭവമല്ല, അതിന് പിന്നിൽ ആസൂത്രണമുണ്ട്. ഈ ആസൂത്രണം തെളിയിക്കാൻ PV അൻവർ MLAയെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകാൻ കഴിയില്ല എന്നൊരു വാദമാണ് ഏറ്റവും പ്രധാനമായും പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നിട്ടുള്ളത്. പിന്നെ അവിടെ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കും മറ്റു വിവരങ്ങളൊക്കെ അവർ നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ അൻവറിനെ കസ്റ്റഡിയിലെടുക്കാൻ പ്രധാനപ്പെട്ട കാരണമായി പ്രോസിക്യൂഷൻ വാദിച്ചത് ഈ കാര്യമാണ്. പക്ഷേ അതിനെ പ്രതിഭാഗം വളരെ കൃത്യമായി ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതായത് ഒരു ജനകീയ പ്രശ്നമാണ് ഈ വന്യജീവി ഇഷ്യൂ എന്നുള്ള സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു പ്രശ്നം നിലമ്പൂരിൽ ഉണ്ടാകുമ്പോൾ മറ്റു സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ എത്തും. അതിന് പിന്നിൽ ഒരു ഗൂഢാലോചന സിദ്ധാന്തം ആരോപിക്കാൻ കഴിയുകയില്ലെന്നവർ ഈ പ്രതിഭാഗം വളരെ കൃത്യമായി ഉന്നയിക്കും. പ്രതിഭാഗം ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ലോ പോയിന്റ്, ഇന്നലെ ഈ സംഭവം ഉണ്ടായ ശേഷം 12:45 ഈ പ്രതികളെ 2 മുതൽ 4 വരെയുള്ള പ്രതികളെ, അൻവർ ഒഴികെയുള്ള മറ്റ് 4 പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. കസ്റ്റഡി സമയം അത് 12:45 രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ വൈകിട്ട് 4:45 FIR രജിസ്റ്റർ ചെയ്യുന്നത്. FIR രജിസ്റ്റർ ചെയ്ത സമയത്ത് ഈ കസ്റ്റഡിയിലുള്ള 4 പേരുടെ പേരുകളും 4 ആളുകളുടെ പേരുകളും ആ FIR രേഖപ്പെടുത്തിയിട്ടില്ല. മറിച്ച് FIR-ൽ PV അൻവർ MLAയുടെ പേര് മാത്രമാണ്, 1-ാം പ്രതി PV അൻവർ MLAയുടെ പേര് മാത്രമാണ് രജിസ്റ്റർ ചെയ്തത്. ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. അതായത് ഈ അക്രമ ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് PV അൻവറിനെ പ്രതിയാക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ അത്തരം ഒരു രാഷ്ട്രീയ പ്രേരിതമായ ഒരു നീക്കം നടന്നു. അത് പോലീസ് അതിന്റെ ഭാഗമായി അതിന്റെ കൂടെ നിന്നു. അതുകൊണ്ടാണ് കസ്റ്റഡിയിലുള്ള പ്രതികളുടെ പേര് പോലും വെക്കാതെ FIR രജിസ്റ്റർ ചെയ്ത് അൻവറിന്റെ പേര് മാത്രം വെച്ചുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായതെന്ന് ഇക്കാര്യം കോടതിയും ഒരു ഘട്ടത്തിൽ ചോദിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്? അതായത് കസ്റ്റഡിയിലുള്ള 4 പേരുടെ പേര് പോലും FIR-ൽ രേഖപ്പെടുത്താതെ പോയത് എന്തുകൊണ്ടെന്ന് കോടതിയും ഒരു ഘട്ടത്തിൽ ചോദിച്ചപ്പോൾ ഈ പ്രോസിക്യൂഷൻ നൽകിയ മറുപടി അവിടെ MLA കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ മാത്രമേ മറ്റുള്ള പ്രതികളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടൂ എന്ന പോലീസ് നിലപാട് എടുത്തത് എന്തുകൊണ്ടായിരിക്കാം? അത് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ അക്രമ സംഭവവുമായി നേരിട്ട് MLAക്ക് PV അൻവറിന് ബന്ധമില്ല എന്ന് ഒരുപക്ഷെ ഈ പ്രതിഭാഗത്തിന് തെളിയിക്കാൻ സാധിക്കും. അവർ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ അക്രമം നടക്കുന്ന സമയത്ത് പ്രതി MLA സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അക്രമത്തിൽ നേരിട്ട് അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കേസിൽ നേരിട്ട് അദ്ദേഹത്തെ ശക്തമായ ഒരു വാദം ഉന്നയിച്ച് കോടതിയിൽ നിൽക്കാൻ ഒരു എളുപ്പമല്ല. അതുകൊണ്ട് തന്നെയായിരിക്കാം നമ്മൾ കരുതുന്നത് സ്വാഭാവികമായും അതിൻ്റെ പിന്നിൽ പ്രേരണ നൽകിയെന്ന കുറ്റം ചുമത്തുന്ന കൂടെ തന്നെ ഈ മറ്റ് 4 പേർ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നു. ആ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങനെ ആളുകൾ എത്തി ഇവിടെ അക്രമം നടത്തുന്നതിന് പിന്നിൽ ഒരു ഗൂഢാലോചന, ഒരു ആസൂത്രണം നടന്നിട്ടുണ്ട്. ഈ ആസൂത്രണം തെളിയിക്കുന്നതിന് വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമുണ്ട്. അതിൽ അൻവർ MLAയും ചോദ്യം കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു വാദം മുന്നോട്ട് വെക്കുന്നതിന് വേണ്ടിയായിരിക്കാം സ്വാഭാവികമായും പ്രോസിക്യൂഷൻ ഈ വാദം മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ്. അതിന് പ്രതിഭാഗം എതിർക്കുന്ന സാഹചര്യവും ഉണ്ടായി. ഏതായാലും അതിശക്തമായ ഒരു വാദം ഇരുഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവ് പുറത്തിറക്കാനാകുമെന്ന ഒരു പ്രതീക്ഷ മജിസ്ട്രേറ്റ് പറയുകയുണ്ടായി. അങ്ങനെയെങ്കിൽ ഇന്നു തന്നെ ഈ കാര്യത്തിൽ ജാമ്യാപേക്ഷയിൽ ഉള്ള ഒരു തീരുമാനം കോടതി പ്രഖ്യാപിക്കുകയും ചെയ്യും. ഷഹീദ്, ഈ അറസ്റ്റിലുണ്ടായിട്ടുള്ള ചില
വൈരുദ്ധ്യങ്ങൾ അതാണല്ലോ ഈ അറസ്റ്റ് റെക്കോർഡ് 4 മണിക്ക് ഈ മറ്റുള്ള 2 മുതൽ 4 വരെയുള്ള പ്രതികൾ രേഖപ്പെടുത്തി. പക്ഷേ അവരുടെ പേര് പരാമർശിച്ചില്ല. പക്ഷേ കോടതി അക്കാര്യം എന്തു എന്ന് അതിനകത്തൊരു ഉത്കണ്ഠയും പ്രകടിപ്പിച്ചെങ്കിൽ മറ്റൊന്ന് ഈ പ്രതിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത് നിയമസഭയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു സാമാജികനാണ്. 17-ാം തീയതി നിയമസഭാ സമ്മേളനം ചേരാൻ പോകുന്നു. അവിടെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു തടയിടൽ. അപ്പോൾ ഈ നിയമസഭാ സാമാജികൻ എന്ന നിലയിലും പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സുപ്രീം കോടതി ചില കേസുകളുടെ കാര്യത്തിൽ ഈ ഗൈഡ് ലൈൻസ് പറഞ്ഞിട്ടുണ്ട്. ഈ നോട്ടീസൊക്കെ നൽകി വിളിപ്പിക്കേണ്ട സാഹചര്യം അതുകൂടി പ്രതിഭാഗം അഭിഭാഷകർ അത് എങ്ങനെയാണ് കോടതിയിൽ ഉയർത്തിയത്? ഇത്തരം സാഹചര്യങ്ങൾ തീർച്ചയായും പി.വി. അൻവർ MLA സ്ഥലത്തുള്ള ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹം സ്ഥലത്തുള്ള ആളാണ്. ഏത് സമയവും നോട്ടീസ് നൽകിയാൽ ഹാജരാവാൻ തയ്യാറാണ്. എത്ര സമയവും ചോദ്യം ചെയ്യലിന് അദ്ദേഹം അതിന് ഒരുക്കമാണ്. അങ്ങനെ ഒരു മറഞ്ഞിരിക്കുന്ന സാഹചര്യമില്ല. ഒപ്പം തന്നെയാണ് 17-ന് നിയമസഭാ സമ്മേളനം നടക്കാനിരിക്കുകയാണ്. ആ സമ്മേളനത്തിൽ MLAക്ക് പങ്കെടുക്കേണ്ടതുണ്ട്. ഇതിനെ തടയാൻ കൂടി സഭയിൽ ചെന്ന് തൻ്റെ ഈ ഉന്നയിക്കാനുള്ള വിഷയങ്ങൾ പറയുന്നത് തടയാൻ കൂടി വേണ്ടിയാണ് ഈ തരത്തിലുള്ള ഒരു നാടകീയമായ അറസ്റ്റ് സാഹചര്യം ഇന്നലെ ഉണ്ടാക്കിയത് എന്നുള്ളൊരു വാദം പ്രതിഭാഗം തീർച്ചയായും കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ഈ അറസ്റ്റിന് പിന്നിൽ സാങ്കേതികമായി ഇന്നലെ നടന്ന അക്രമ സംഭവങ്ങൾ മാത്രമല്ല, വിശാലമായ തരത്തിലുള്ള രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളുണ്ട്, അത്തരം ഒരു പദ്ധതിയുണ്ട്. അതിന്റെ കരുവായി പോലീസ് നിൽക്കുകയാണ് ചെയ്തത് എന്ന് പ്രോസിക്യൂഷൻ കൃത്യമായി വാദിക്കുകയുണ്ടായി. അത്തരം വാദങ്ങൾ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിനെ പലപ്പോഴും പ്രതിരോധിച്ചത് ഇത് ഒരു അക്രമ സംഭവം എന്നത് വളരെ കൃത്യമായ രീതിയിൽ അക്രമം നടന്നിട്ടുണ്ട്. ആ അക്രമത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് നേതൃത്വം നൽകിയത് പി.വി. അൻവർ ആണ്, MLA ആണ് എന്നുള്ളൊരു വാദമാണ് പ്രോസിക്യൂഷന് മുന്നോട്ട് വെച്ചത്.